ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലായിരിക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോൺ കോയിൻ എങ്ങനെ സ്റ്റേക്ക് ചെയ്യും എന്നുള്ള ഒരു വീഡിയോ, നല്ലൊരു ബിസിനസ് ഇൻകം പ്ലാനിനെ കുറിച്ചിട്ടായിരുന്നു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെയിം. ഓക്കെ, അതിനെക്കുറിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ കൂടി ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. കാരണം വെച്ചാൽ ഒരുപാട് പേര് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട രീതി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വിചാരിച്ചു, നമ്മളെന്ത് ഒരു പ്ലാൻ ഇട്ടു. മീൻസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് വീഡിയോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കുറച്ച് ക്യാഷ് ബിനാൻസിലോട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കോയിൻ മേടിക്കാം എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് എടുക്കാം. ഓക്കെ, ഡോൺ കോയിൻ എങ്ങനെ മേടിക്കാം. സെക്കൻഡ് വീഡിയോ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെ ആ മേടിച്ച കോയിൻ എങ്ങനെ ആ സ്റ്റേക്കിംഗ് വെബ്സൈറ്റിലോട്ട് മാറ്റി അത് എങ്ങനെ സ്റ്റേക്കിങ്ങിലോട്ട് ഇടാം എന്നുള്ള കാര്യം കൂടിയാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കുറച്ച് ക്യാഷ് അപ്പോൾ ഇത് ഈ വീഡിയോ ചിലപ്പോൾ ക്രിപ്റ്റോയിലുള്ള ആളുകൾ മാത്രമല്ല ചിലപ്പോൾ കാണുന്നുണ്ടാവും, പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോയിലുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാകും, ഹോട്ട്ബിറ്റിനെ കുറിച്ച് അറിയുന്നുണ്ടാകും, അതുപോലെ തന്നെ ബിനാൻസിനെ കുറിച്ച് അറിയുന്നുണ്ടാകും. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് എക്സ്ചേഞ്ചുകളാണ് യൂസ് ചെയ്യുന്നത്, ബിനാൻസും അതുപോലെ തന്നെ ഹോട്ട്ബിറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ബിനാൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട്, നമ്മുടെ കയ്യിലുള്ള INR ഫണ്ട് ആഡ് ചെയ്യാനാണ് നമ്മൾ ബിനാൻസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഹോട്ട്ബിറ്റ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോൺ കോയിൻ ലിസ്റ്റ് ചെയ്ത ഒരു എക്സ്ചേഞ്ചാണ് ഇവിടെ ഹോട്ട്ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡോൺ കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.53 ആണ്. ഇപ്പോൾ ഒരു ഡോൺ കോയിൻ്റെ വാല്യൂ, ഡ്യൂണക്സ് ടോക്കൺ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 558 RS ആണ്. ഓക്കെ, നമ്മൾ INR അവിടെ പറയുന്നത് 558 രൂപയാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് 1.53 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏറ്റവും ബൈ ദ ഡിപ്പ് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴാണ് അത് ബൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫൈൻ, നമ്മുടെ ബാക്ക് ടു ആ ഒരു വീഡിയോ. ഓക്കെ, നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബിനാൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ക്രിപ്റ്റോയിലുള്ള ആളുകൾ ജസ്റ്റ് ലീവ് ഇറ്റ് ദിസ് കൈൻഡ് ഓഫ് മാറ്റേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ ജസ്റ്റ് ലീവ് ചെയ്യുക. ഓക്കെ, ക്രിപ്റ്റോനെ കുറിച്ച് അറിയുന്നവർ, ബിനാൻസിനെ ഹോട്ട്ബിറ്റിനെ കുറിച്ച് അറിയുന്നവർ ജസ്റ്റ് ഇത് ലീവ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. ബിനാൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ബിനാൻസ് ആപ്ലിക്കേഷൻ വരുന്നത് കാണിച്ചു തരാം. നമ്മുടെ ബിനാൻസ് ആപ്ലിക്കേഷൻ ഇതാണ്. നമ്മുടെ ബിനാൻസ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ഇതിന് നമ്മുടെ നിന്നാണ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ബിനാൻസിൻ്റെയും അതുപോലെ തന്നെ ഹോട്ട്ബിറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഈ രണ്ട് എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ബിനാൻസ് എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. എങ്ങനെ അതിൻ്റെ KYC ശരിയാക്കാം എന്നുള്ളൊരു ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യം ഇല്ല എന്നും തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകാം എങ്ങനെയാണ് അതിൻ്റെ KYCയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുകളിലൊരു പ്രൊഫൈൽ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇവിടെ തന്നെ മുകളിലുണ്ടാവും. ഓക്കെ, ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ അൺവെരിഫൈഡ് ആവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഏകദേശം 2-3-5 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്രൂവ്ഡായി, KYC അപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളിതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫണ്ടിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഫണ്ടിങ്. ഓക്കെ, നമ്മൾ ഇവിടെ P2P ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, P2P വഴിയാണ് നമ്മൾ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബിനാൻസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, KYC ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫണ്ടിങ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. ഓക്കെ, ഇതിന് ഇവിടെ കണ്ടോ P2P എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ.
ഓക്കെ, ജസ്റ്റ് അതിൽ P2P ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിൽ കാണും ബൈ ആൻഡ് സെൽ എന്ന്. ഓക്കെ, നമ്മൾ ബൈ ചെയ്യണം അല്ലേ, നമ്മുടെ INR കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രിപ്റ്റോ വാങ്ങണം. അപ്പോൾ നമ്മൾ ഏറ്റവും നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ TRX വാങ്ങുന്നതാവും ഏറ്റവും ബെറ്റർ. ഓക്കെ, TRX ഇപ്പോൾ മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നേരെ അപ്പോൾ തന്നെ ഹോൾഡിപ്പിച്ചിലോട്ട് അയക്കാം. ഓക്കെ, മാത്രമല്ല TRX നമ്മൾ ഈ വാലറ്റിൽ നിന്ന് മറ്റൊരു വാലറ്റിലോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഫീ കുറവാണ്. ഓക്കെ, 0.1 TRX അങ്ങനെ എന്തോ ഉള്ളൂ നമ്മുടെ TRXൻ്റെ ട്രാൻസ്ഫറിങ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആദ്യം TRX ക്ലിക്ക് ചെയ്യണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് 1000 രൂപയ്ക്ക് ഡോൺ കോയിൻ മേടിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വന്നിട്ട് TRX സെർച്ച് ചെയ്ത് ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഫിൽറ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എത്ര എമൗണ്ടാണ്? 1000 എമൗണ്ട്. ഓക്കെ, 1000 എമൗണ്ട് ജസ്റ്റ് കൺഫേം കൊടുക്കുക. അതിന് മുമ്പ് സോറി ഫോർ ദാറ്റ്, അതിന് മുമ്പ് നിങ്ങളൊരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, സ്റ്റെപ്പ് ഈ ഹോമിൽ പോയിട്ട് ഈ ആ മനുഷ്യൻ്റെ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം P2P സെറ്റിങ്സ് ഉണ്ടാവും. ഓക്കെ, സോറി P2P പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് നിങ്ങൾ P2P മെത്തേഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ്സിൽ Paytm, IMPS, UPI എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പേ UPI ID, IMPS എന്ന് പറഞ്ഞാൽ ബാങ്ക് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ Paytm എന്ന് പറയുന്നത് നിങ്ങളുടെ Paytm അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും 1-2 നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് പേരിലാണോ നിങ്ങൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ആ അക്കൗണ്ടിൻ്റെ നെയിമിലാവണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നെയിം, അതുപോലെ തന്നെ UPI നെയിം. ഓക്കെ, മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ KYC ചെയ്ത പേരിൽ ല്ല നിങ്ങൾ ഇതുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാങ്ക് അക്കൗണ്ട് മീൻസ് ഒരു പേയ്മെൻറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് UPI അതുപോലെ ബാങ്ക് അക്കൗണ്ടും ഉള്ള ഒരാളുടെ എന്ത് ചെയ്യുക, KYC അല്ലെങ്കിൽ ID പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ വീണ്ടും വരാം. ഓക്കെ, P2P എടുക്കുക, ബൈ എടുക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TRX എടുക്കുക. ഇവിടെ ഫിൽറ്റർ ഞാൻ പറഞ്ഞൊരു 1000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 1000 ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ അവിടെ എന്ത് ചെയ്തു, കൺഫേം എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻ വരും. ഓക്കെ, ഓരോ ആളുകൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഓരോ ആളുകൾ ഇവിടെ നമ്മുടെ INR അവരുടെ ക്രിപ്റ്റോ സെല്ല് ചെയ്ത് കണ്ട് അവർ ക്രിപ്റ്റോ സെല്ല് ചെയ്യാണ്, നമ്മളത് മേടിക്കുന്ന ആളാണല്ലേ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, 5.40 ആണ് ഇപ്പോഴത്തെ. ഇയാൾ 5.40 അയാൾ ഒരു TRXന് കൊടുക്കുന്ന പ്രൈസ്. നിങ്ങളുടെ ഇവിടെ ഡോളറുള്ള കാണിക്കട്ടോ. നിങ്ങൾക്ക് INR ആക്കണമെങ്കിൽ ജസ്റ്റ് അവിടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ കറൻസി എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്താൽ മതി, INR ആക്കി. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്തു. അയാൾ 5.40 രൂപ തരുന്നുണ്ട് അല്ലേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിപ്റ്റോ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഞാൻ ബെറ്ററായിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കുക, ഇവിടെ 93% എന്ന് പറയുമ്പോൾ അയാൾ അത്യാവശ്യം നല്ലൊരു 90 above% ഉള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളിതാ ഇവിടെ ഒരുപാട് പേര് ചിലപ്പോൾ 88%. ഇയാളൊക്കെ ഭയങ്കര ലാഗാക്കാരം പേയ്മെൻറ്റ് കിട്ടാനൊക്കെ. അപ്പോൾ നിങ്ങളൊരു 90 above അല്ലെങ്കിൽ 95 above ഉള്ള ആളുകളെ മാക്സിമം അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഓക്കെ, ഞാൻ അവിടെ എന്ത് ചെയ്തു, 5.40 എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ബൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബൈ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ എത്ര എമൗണ്ട് ഞാൻ അവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ 500 മുതൽ ഇയാളെ ലിമിറ്റഡ് കണ്ടോ, 500 മുതൽ 2894 വരെ ഉള്ള ഇടയിലുള്ള എത്ര എമൗണ്ട് വേണമെങ്കിലും നിങ്ങൾ എനിക്ക് തരാം. ഞാൻ അതിനാവശ്യമായ ക്രിപ്റ്റോ അയാൾ കൊടുക്കാം എന്നുള്ള ഒരു ഇതിലാണ് അയാൾ നിൽക്കുന്നത്, കണ്ടീഷനിലാണ് അയാൾ നിൽക്കുന്നത്. തൊട്ടടുത്തുള്ളൊരു വിന്നു എന്ന് പറയുന്ന ആൾ 1000 മുതൽ 13,000 വരെയുള്ള അതിനുള്ളിൽ ഏത് എമൗണ്ട് അയാൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, അത് തൊട്ട് കാണാം അയാളുടെ കയ്യിൽ ഗൂഗിൾ പേ അവൈലബിൾ ആണ്,
ഗൂഗിൾ പേ അവൈലബിൾ ആണ്, IMPS ബാങ്ക് ട്രാൻസ്ഫർ അവൈലബിൾ ആണ്, ഫോൺ പേ അവൈലബിൾ ആണ്, UPI അവൈലബിൾ ആണ്, Paytm. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇയാളുടെ കയ്യിൽ UPI അവൈലബിൾ ആണ്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ വഴി യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ബൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നമ്മൾ എത്ര എമൗണ്ടാണ്, 1000 ഞാൻ ജസ്റ്റ് 1000 ക്ലിക്ക് ചെയ്തു. ബൈ വിത്ത് 0 ഫീ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫണ്ടില്ല കേട്ടോ, ബൈ വിത്ത് 0 ഫീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവരെന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് പേജ് തരും. ആ പേയ്മെൻറ്റ് പേജിലോട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരൊരു UPI ID തരും. ആ UPI IDയിലേക്ക് നേരെ നിങ്ങളെ ഫണ്ട് 1000 രൂപ സെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ മേക്ക് എ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഒരു ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള 2 അഡ്മിൻസ് ഉണ്ട്. ഓക്കെ, 3 അഡ്മിൻസ് ഉണ്ട്. അതിൽ ഏത് അഡ്മിൻസിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഫൈൻ. ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങളുടെ ഫണ്ട് വരും. ഓക്കെ, നിങ്ങളുടെ എത്ര എമൗണ്ട് 1000 രൂപയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള TRX ഇവിടെ വരും, ഫണ്ടിങ് വാലറ്റിലോട്ട് വരും. ഈ ഫണ്ടിങ് വാലറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ നിന്ന് ജസ്റ്റ് ട്രാൻസ്ഫർ എന്ന് കൊടുത്തതിന് ശേഷം ഫണ്ടിങ് വാലറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പോട്ട് വാലറ്റിലോട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളൊരു 1.64 TRX അവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യണം, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു. ഓക്കെ, ഇപ്പോൾ ആ 1.467 TRX അവിടെ നിന്ന് സ്പോട്ട് വാലറ്റിൽ ഞാൻ ഈ സ്പോട്ട് വാലറ്റിലോട്ട് ഇട്ടെന്ന് വെച്ചാൽ സ്പോട്ട് വാലറ്റിൽ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു എക്സ്ചേഞ്ചാണ് ഹോട്ട്ബിറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. ഇതിൽ KYCൻ്റെ കാര്യങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല, KYCൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോട്ട്ബിറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നിങ്ങളൊരു KYC ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഡ്രോ ലിമിറ്റ് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇൻക്രീസ് ആകും. അപ്പോൾ ഞാൻ ഇതിൽ KYC ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 hour മീൻസ് ഒരു ഡേ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ഒരു നിയമം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബിനാൻസ് അക്കൗണ്ടിലുള്ള TRXനാണ് എന്ത് ചെയ്യാണ്, ഈ ഹോട്ട്ബിറ്റ് എക്സ്ചേഞ്ചിലിട്ട് മാറ്റുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഹോട്ട്ബിറ്റിലാണ് നമ്മൾ ഡോൺ കോയിൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ TRX എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ 3 ഡോട്ട് കണ്ടില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡെപ്പോസിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക, കൺഫേം കൊടുക്കുക. നമ്മുടെ ഈ ഫസ്റ്റത്തെ TRC20 അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇവിടെ ഒരു മിനിമം ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, മിനിമം ഡെപ്പോസിറ്റ് ആയിട്ട് മിനിമം നിങ്ങൾ എന്തൊരു 10 TRX എങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മുടെ ഒരു 9 or 8 TRX ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരൊരിക്കലും അത് റിട്ടേൺ ഒന്നും ചെയ്യില്ല. അത് നമ്മളത് 9 TRX പോയ വഴിക്ക് പോകും. അപ്പോൾ 10 TRXന് എബോവ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ ബാക്ക് ടു അവർ ബിനാൻസ് ആപ്പ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ TRX എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. TRX ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബിനാൻസ് ആപ്പിൽ TRX എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് എ സെക്കൻഡ്, ലോഡിങ്. ഓക്കെ, TRX എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വിഡ്രോവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ്സ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മളൊരു നമ്മൾ എത്ര 1000 രൂപയ്ക്ക് വാങ്ങിയ TRX അവിടെ കിടപ്പുന്നുണ്ട്. ആ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ മാക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് ഫീ വരുന്നത് ഒരു TRX ആണ്, ഏകദേശം 4-5 രൂപയാണ് ഒരു ഫീ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ മാക്സ് എന്ന് കൊടുക്കുക, വിഡ്രോവൽ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വെരിഫിക്കേഷൻ കോഡും കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റിനകം നമ്മുടെ ഈ ഹോട്ട്ബിറ്റ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ഹോട്ട്ബിറ്റ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓക്കെ, അപ്പോൾ നമ്മളെവിടെ കാണുന്നത്, നമ്മുടെ ഈ ഫണ്ട് എന്നുള്ള ഓപ്ഷൻ, ഹോട്ട്ബിറ്റിൽ ഫണ്ട് എന്നുള്ള ഓപ്ഷനിൽ സ്പോട്ടിൽ കാണും നമ്മുടെ ആ എമൗണ്ട്, എന്ത് TRX എമൗണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ TRXനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ സെല് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ സെല് ചെയ്യണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം TRX എന്ന് ക്ലിക്ക് ചെയ്യുക.
TRX എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ സെല്ല് ചെയ്യാം അല്ലേ. നമ്മൾ TRX സെല്ല് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോൾഡ് ബിറ്റിൽ USDT കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, കോയിൻസിന് മേടിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ എന്താണ്, TRX ആണ്. ഓക്കെ, അപ്പോൾ TRX നമ്മൾ സെല്ല് ചെയ്തും കൊണ്ട് നമ്മൾ USDT ആദ്യം മേടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, TRX ഓർ USDT തന്നെയല്ല. അപ്പോൾ TRX നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് എന്ന ഓപ്ഷൻ കൊടുത്ത് ഇവിടെ 100% എന്ന് കൊടുത്ത്, അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ചോപ്പൊക്കെ ആളുകൾ സെല്ല് ചെയ്യാണ്, പച്ചയ്ക്ക് പയ്യാണ്. ഓക്കെ, നമ്മളെന്ത് ചെയ്യണം, സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈയിങ്ങിൽ ഏറ്റവും നല്ലൊരു കൂടിയ ഫസ്റ്റത്തെ ടോപ്പിൽ കിടക്കുന്ന ആളുടെ ബൈയിങ് പ്രൈസ് കൊടുക്കുക. ഓക്കെ, ഏറ്റവും ടോപ്പിലുള്ള ഒരാളുടെ ബൈയിങ് പ്രൈസ് കൊടുക്കുക, 100% കൊടുക്കുക. സെൽ TRX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ TRX അവിടെ സെല്ലാവും. ഓക്കെ, ആ TRX സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള USDT ഇവിടെ കിട്ടും. USDT കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ട്രേഡിലോട്ട് വരിക. ട്രേഡിലോട്ട് വന്നിട്ട് ഇവിടെ സെർച്ചിങ് കൊടുക്കുക. എന്താണ് സെർച്ച് ചെയ്യേണ്ടത്, ഡോൺ എന്ന് സെർച്ച് ചെയ്യുക. ഡോൺ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്താൽ കേട്ടോ, മാർക്കറ്റിൽ നിന്ന് വന്നിട്ട് ഡോൺ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, ജസ്റ്റ് ബൈ ഡോൺ ഉണ്ട്. ഇപ്പോൾ നമ്മളുണ്ടോ USDTയിലാണ് നമ്മൾ ഡോൺ മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ USDT സെലക്ട് ചെയ്യുക, 100% എന്ന് ക്ലിക്ക് ചെയ്യാം. 100% എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 100% എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ USDT, ഓക്കെ, നിങ്ങളുടെ എത്ര USDT ആണ്, അപ്പോൾ നമ്മുടെ 1000 എത്ര എമൗണ്ട് കറസ്പോണ്ടിങ് TRX മാറ്റി USDT അയക്കുക. അപ്പോൾ എത്ര USDT അയച്ചാൽ ജസ്റ്റ് അത്ര USDT ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ സെല്ലിങ് ഓപ്ഷനിൽ പോവുക. നമ്മൾ ബൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ സെല്ലിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രൈസ് കൊടുക്കുക, എന്നിട്ട് 100% കൊടുക്കുക. ബൈ ഡോൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫണ്ടിങ് വാലറ്റിലോട്ട് എന്താവും, ഡോൺ കോയിന് ആഡ് ആവും. ഓക്കെ, ഡോൺ കോയിന് ആഡ് ആവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലെങ്തായി, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഡോൺ കോയിൻ മേടിച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് എങ്ങനെയാണ് ഡോൺ കോയിൻ വേറെ എന്തെല്ലാം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. ഓക്കെ, ഫൈൻ, ബൈ.